പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. NSK ഉമേഷ് സാർ കൂടെ വരികയാണ്. നമ്മുടെ ഈ കലോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്നതാണ് അദ്ദേഹമാണ്. സാറിനെ കുറിച്ച് ഇപ്പോൾ പറയായിരുന്നു, അതായത് ഇങ്ങനെ ഒരു കലോത്സവം നടന്നു പോകണമെങ്കിൽ അതായത് 24 മണിക്കൂറും നിന്നാലേ നടക്കുള്ളൂ. അത് ഫുൾ തൃശ്ശൂർ നിൽക്കുന്നു. ഫുൾ സംഘാടക സമിതി, നമ്മുടെ മിനിസ്റ്റേഴ്സ്, ജനപ്രതിനിധികൾ, എൻറ്റയർ ഓഫീസേഴ്സ് ആൻഡ് സംഘടനകൾ, ടീച്ചർ സംഘടനകൾ ആൻഡ് എൻറ്റയർ തൃശ്ശൂർ സൊസൈറ്റി ഭയങ്കര സൂപ്പറായിട്ട് കലോത്സവം ഇത്ര കളർഫുൾ ആയിട്ടുണ്ട്. സാർ ഇപ്പോൾ ഇതൊരു പൂക്കി കാലം കൂടിയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് പൂക്കി വൈബ് പറയുന്ന ഒരു കാലത്താണ് ഈ കലോത്സവം നടക്കുന്നത്. അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ? അത് തരത്തിലേക്ക് ആണോ ഇതിനെ മുഴുവൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്? ഇല്ല, ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ ടാലൻറ്റ് അത് പല തരപ്പെട്ട 249 ഇനങ്ങളാണ് ഉള്ളത്. സോ കുട്ടികളുടെ മൾട്ടി ഫെസറ്റഡ് ടാലൻസ് പുറത്തു കൊണ്ടുവരുന്ന ഒരു കലോത്സവമാണ്. സോ നിങ്ങൾ പറയുന്ന പൂക്കി ഫേസിൽ വരണമെന്ന് ചോദിച്ചാൽ അതോടുകൂടി പരിശോധിച്ച് വേറെ എന്ത് ഈവൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കണം. ഞാൻ കണ്ടു, മിനിസ്റ്ററുടെ കണ്ടു, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, സൂപ്പറായിരുന്നു. അതായത് എല്ലാവരും അങ്ങനെ മാറുന്ന ഒരു കാലമാണ്. അതായത് കുട്ടികളുടെ ഒപ്പം മാറുകയാണ് പ്രായമുള്ള ആളുകളെല്ലാവരും. 70 വയസ്സുള്ള 80 വയസ്സുള്ള ആളുകളൊക്കെയും കുട്ടികളുടെ മനസ്സായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിൻ്റെ ഒരു അത് ഭയങ്കര ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടി അതിനൊരു ക്രെഡിറ്റ് ഉണ്ട്. കാരണം ആളുകളെ ആ തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇല്ല, അതിൽ വേറെ ഒരു കാര്യമുണ്ട്. ടെക്നോളജിക്ക് ഒത്തിരി എക്സ്പോസ്ഡ് ആണല്ലോ നമ്മുടെ കുട്ടികൾ. ഇപ്പോൾ നിങ്ങളും ഞാനും നമ്മൾ യു മസ്റ്റ് ബി വെരി യങ്. ബട്ട് ഒരു ഞാൻ 17 years ബാക്ക് +2 എല്ലാം പഠിച്ച ആളാണ്. അപ്പോൾ ഉള്ള എക്സ്പോഷർ ഇപ്പോൾ ഉള്ള എക്സ്പോഷർ എത്ര ഡിഫറൻസ് ഉണ്ട്. അവരുടെ എക്സ്പോഷർ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ കുട്ടികൾ നമ്മളെ കറക്റ്റ് ചെയ്യും, പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കുട്ടികളോട് ആസ് എ ഡയറക്ടർ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരുടെ കോൺഫിഡൻസും അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അവർ ഓരോ കാര്യത്തെയും അവർ നിരീക്ഷിക്കുന്നതും വളരെ ഡിഫറെൻ്റാണ്. വളരെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നു അവരോട് സംസാരിക്കുമ്പോൾ. ഒരു കുട്ടികൾ 30 പേരുണ്ട്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു മീൻസ് എനിക്ക് ടെൻഷനാണ്. ഏത് ക്വസ്റ്റ്യൻ വരും, എങ്ങനെ വരും. അത്രയും എക്സ്പോഷറും അത്രയും നോളജും അത്രയും കോൺഫിഡൻസും നമ്മുടെ ഈ ജനറേഷൻ കുട്ടികൾ മലയാളി കിഡ്സിനുണ്ട്. കലോത്സവ ദിവസങ്ങളിലാണ് കളക്ടർ 36ാം പിറന്നാൾ ആഘോഷിക്കുന്നത് അല്ലേ? ഇത് January 13 ആയിരുന്നു. 14th കലോത്സവം ആയതുകൊണ്ട് ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും ഉണ്ടായില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ മിനിസ്റ്റർ അതിനൊരു സമയം കണ്ടെത്തി ഒരു കേക്കും എനിക്ക് അറേഞ്ച് ചെയ്തതാണ്. വിദ്യാഭ്യാസ ഡയറക്ടറോടെയാണ്. അതെ 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 സാർ, അത് പറയുമ്പോൾ തന്നെ +2ന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവിടെ എങ്ങനെയാണ് സാറിൻ്റെ നാട്ടിൽ എങ്ങനെയായിരുന്നു കലോത്സവം? എന്തിലായിരുന്നു? അതോ പഠിപ്പിച്ചിട്ടായിരുന്നോ? ഇല്ല, ഇതുപോലെ അവിടെ ഒന്നും ഇല്ല. കലോത്സവം പേരില്ല, സ്റ്റേറ്റ് ലെവൽ ഇവൻറ്റ്സ് ഉണ്ട്. പക്ഷേ കേരള നിങ്ങൾ യു ഷുഡ് സ്റ്റഡി ദി സിസ്റ്റംസ്. കേരള പോലെ ഏഷ്യയിൽ എവിടെയില്ല, ലോകം എനിക്കറിയില്ല. സോ ഏഷ്യയിലെ ലാർജസ്റ്റ് ഫെസ്റ്റിവലാണ്. ക്യാൻ യു ഇമാജിൻ ഒരു 15,000 കുട്ടികൾ 5 ദിവസം 25 സ്റ്റേജസ് 249 ഇവൻറ്റ്സ്, ഒരു 20 അക്കോമഡേഷൻ സെൻറ്റേഴ്സ്, ട്രാൻസ്പോർട്ട്, ഫുഡ്. അത് വലിയ ഒരു ടാസ്ക്കാണ്. അത് കേരള സിസ്റ്റം അത്രയും കേരള സൊസൈറ്റി അത്രയും യുണൈറ്റഡ് ആയതുകൊണ്ടാണ് അത് നടത്താൻ പറ്റുന്നത്. ഇത് ഒരു കലാകാരനുള്ളിലില്ലാതെ ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? സാറിൻ്റെ ഉള്ളിൽ എന്ത് കലാകാരനായിരുന്നു ഉണ്ടായിരുന്നു? കലാകാരനൊന്നുമില്ല. ഞാൻ ഒരു സ്കൂൾ ടൈമിൽ എലക്യൂഷൻ, എസ്സേ, അങ്ങനെ പോയട്രി അങ്ങനെയുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തോറ്റിട്ടുമുണ്ട്. സോ ഞാനൊരു കലാകാരനിലോട്ട് പറയാൻ പറ്റില്ല. ഇത് അത് ഇല്ല, എൻ്റെ പോയല്ല വളരെ നിങ്ങൾ നല്ല TV ആണ്, നല്ല ചാനലാണ്, നല്ല പ്രോഗ്രാമാണ്. ഇത്ര വലിയ ഇതുണ്ടെങ്കിലും ഇറ്റ് ഇസ് ദേ നോട്ട് പ്രാക്ടീസിങ് ഇറ്റ് ത്രൂ ഔട്ട്. ഇത് ഫെയ്ഡ് ഔട്ട് ആയി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ നോട്ട് ടേക്കിംഗ് ഇറ്റ്. ഐ എം പ്രാക്ടീസിങ് ആർട്ടിസ്റ്റ്. ഓക്കെ, അത് ജീവിതത്തിൽ അവർ കൊണ്ടുപോകുന്നില്ല. ഈ പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഫെയ്ഡ് ഔട്ട് ആകും. ഒരുപാട് കലാപ്രതിഭകളും ഒരുപാട് ടാലൻസും ഉണ്ട്. അവർ പബ്ലിക് ലൈഫിൽ അവിടെ വരുന്നില്ല. അതല്ല, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം. ആർട്ട് ആസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ബിക്കോസ് ഇപ്പോൾ കാണുമ്പോൾ വൺ സൈഡ് ആർട്സ്, സ്പോർട്സ്, അക്കാഡമിക്സ്, ഈ 3 വിങ്സ് ആണ് നോക്കുന്നത്. അതിൽ സ്പോർട്സ് കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് പറയാം. പോസിബിലിറ്റി ഫോർ എ ജോബ്. പക്ഷേ ആർട്സ് നോക്കുമ്പോൾ ഓഫ്കോഴ്സ് യു ആർ റൈറ്റ്. ആ ടാലന്റ് ഒരു ആർട്ടിസ്റ്റായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. ഒരു റേസ് ഉണ്ട്, കരിയറുടെ ഒരു റേസ് ഉണ്ട്. അതിൽ ഈ ആർട്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അത് ആർട്ട് തീർച്ചയായിട്ടും അത് വി ഷുഡ് സ്റ്റഡി ഹൗ ടു കീപ് ദം ഇൻ ദ സെക്ടർ. തിരക്കിനിടയ്ക്കും സാർ ഇവിടെ വരികയും ഒരു കുറച്ച് സമയം തരുകയും ചെയ്തതിന് വളരെ പാട്ട് പാടാത്ത ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. വലിയ വിജയമായി തീർന്നിരിക്കുന്നു ഈ ദിവസങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ. സമയബന്ധിതമായി പരിപാടികൾ നടത്താൻ കഴിയുന്നു, പ്രോഗ്രാംസ് എല്ലാം നന്നായി പോകുന്നു. ഇല്ല, അതിൽ എനിക്ക് മീഡിയാവ് ഒത്തിരി ക്രെഡിറ്റ് ചെയ്യാനുണ്ട്. മീഡിയ ആണ് അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. എത്ര ക്രൗഡുണ്ട്. ഈ ഒരു മീഡിയ പെവലിയൻ തന്നെ ഭയങ്കര ആഘോഷമായിട്ട് മാറിയിരിക്കുകയാണ്. കുട്ടികളുടെ ടാലൻറ്റിന്
24 hours ന്യൂസ് ചാനൽസ് പ്രൊമോട്ട് ചെയ്യുന്നത് ലോകത്തിൽ കേരള മാത്രമായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ് ടു യു ആൾ. താങ്ക് യു സർ, താങ്ക് യു വലിയ